എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഹിൻഡർബർഗ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചാണ്. ലാസ്റ്റ് വീക്ക് ഹിൻഡർബർഗ് സെബി ചെയർപേഴ്സണായി നടത്തിയ ഉള്ളടക്കമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എന്താണ് അതിന്റെ ഉള്ളടക്കം എന്ന് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ, 2015 ജൂണിൽ മാധവി ബുച്ച്, അതായത് സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചും അദ്ദേഹത്തിന്റെ ഭർത്താവും ചേർന്ന് സിംഗപ്പൂർ ആസ്ഥാനമായ ഐപ്ലി പ്ലസ് കമ്പനിയിലേക്ക് 75 കോടി നിക്ഷേപിക്കുന്നു. ഇതിന്റെ സ്രോതസ് ശമ്പളം ആണ് എന്നാണ് അവർ കാണിച്ചിട്ടുള്ളത്. ഇതിന്റെ ടോട്ടൽ ആസ്തി, ഇവരുടെ ഭർത്താവിന്റെയും സെബി ചെയർപേഴ്സന്റെയും ടോട്ടൽ ആസ്തി എന്ന് പറയുന്നത് $1 കോടി ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഈ നിക്ഷേപം പിന്നീട്, ഇത് ജോയിന്റ് അക്കൗണ്ട് ആണ്, ഈ നിക്ഷേപം പിന്നീട് മൗറീഷ്യസിലെയും ബർമുഡയിലെയും 2 കമ്പനികളിലേക്ക് വകമാറ്റി. ഇതേ കമ്പനികളിലൂടെയാണ് അദാനിയുടെ സഹോദരനായ വിനോദ് അദാനി ലൂപ്പ് കമ്പനിയിലേക്ക് പണമൊഴുക്കിയത്. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം സെബി ചെയർപേഴ്സൺ മാധവി ബുച്ച് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. തന്റെയും തന്റെ ഭർത്താവിന്റെയും ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ഹിൻഡർബർഗിനെതിരെ നോട്ടീസ് അയച്ചതിന്റെ പേരിലാണ് തന്നെ വേട്ടയാടുന്നത് എന്ന് മാധവി ബുച്ച് ശക്തമായി പ്രതികരിച്ചു. വിഷയം സജീവമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷണം ആവശ്യപ്പെടുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വിപണിയിൽ ശക്തമായ ഇടിവ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പക്ഷേ വിപണി അതിൽ നിന്നെല്ലാം, ഈ പ്രതിഷേധങ്ങളിൽ നിന്നെല്ലാം കരകയറുന്നതായിട്ടാണ് കണ്ടത്. അദാനിക്കെതിരെ ആദ്യമായല്ല ഹിൻഡർബർഗ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഇത് രണ്ടാമത്തെ തവണയാണ് അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡർബർഗ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്.